ഓരോ വർഷം കടന്നു പോകുമ്പോഴും ഒരുപാട് ഓർമ്മകളുണ്ടായിരിക്കില്ല. അതിൽ നല്ലതുണ്ടായിരിക്കും, ചീത്തയുണ്ടായിരിക്കും. ചീത്തയൊന്നും നമുക്ക് വേണ്ടാന്ന്, അതൊക്കെ അവിടെ കളഞ്ഞിട്ട് നല്ലതിന് മാത്രം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഒരു 2025ലേക്ക് കടന്നാലോ. അപ്പോൾ ഒരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്തെടുത്താലോ, നമ്മുടെ മെമ്മറീസൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ടുള്ള ഒരു കുഞ്ഞു ബോക്സ്. അപ്പോൾ അതാ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. നമ്മളെ ക്രിസ്മസിന് ഉണ്ടാക്കിയ സ്നോമാനാണ്. ഇനി ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞില്ലേ, അപ്പോൾ അതിന് മാക്സിമം നമുക്ക് ചൂഷണം ചെയ്തെടുക്കാം. അതിൻ്റെ എല്ലാ പോർഷനും ഞാൻ റെഡ് കളർ മാറ്റി മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 വലിയ ഹാർട്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്, നല്ല തിളക്കമുള്ള റെഡ് ഹാർട്ട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അതിൻ്റെ മുകളിൽ ചുമ്മാ ഡബിൾ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി സൈഡിലൊക്കെ നമ്മളിതാ വെട്ടിയെടുത്തിട്ടുള്ള ആ റെഡ് പീസസ് ഒക്കെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ വേണമെന്നില്ല, ഏതെങ്കിലും ഗ്ലാസ് ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ ഒരു സ്പെഷ്യലാക്കി വെച്ചിട്ട് നിങ്ങളുടെ ടേബിളിൽ വെച്ച് വെക്കാം. നമുക്ക് 2025 ഉണ്ടാകുന്ന ഓരോ വീക്സിലും ഉണ്ടാകുന്ന സ്പെഷ്യലായിട്ടുള്ള ഹാപ്പിനെസ് തരുന്ന ഓർമ്മകൾ ഇതുപോലെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ചുരുട്ടിയിട്ട് ഇതിലിട്ട് വെക്കുക. അങ്ങനെ 2025 എൻഡ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടായതൊക്കെ റീകളക്ട് ചെയ്യാനായിട്ട് ഈ ചെപ്പ് തുറന്നാലായിട്ട് പറ്റും. നല്ലൊരു ഐഡിയ അല്ലേ? അപ്പോൾ ഇതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ടേബിളിൽ വെക്കാൻ പോവുകയാണ്. ഓരോ വീക്കിലും ഇത് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി തന്നെ സൂക്ഷിച്ചോളൂ, പക്ഷേ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ 2025 ലാസ്റ്റ് നമ്മൾ തുറക്കുമ്പോൾ ഒരു ബണ്ടിൽ ഓഫ് ഗുഡ് മെമ്മറീസ് നമുക്ക് കിട്ടും. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ കുറേ കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് വായിക്കുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആയിരിക്കട്ടെ. ബൈ.